അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, കഴിഞ്ഞ പാഠത്തിൽ സൂറത്ത് ഖുറൈശിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ പഠിച്ചത്. അള്ളാഹു ഖുറൈശികൾക്ക് എന്തെന്നില്ലാത്ത അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. കഅബയെ പൊളിക്കാൻ വന്നതും അവരെ അപമാനിക്കാൻ വന്നവരുമായ വലിയ സംഘത്തെ നശിപ്പിച്ചു, തിരിച്ചോടിച്ചു എന്നതാണ് ഒന്നാമത്തെ അനുഗ്രഹം. അതുമാത്രമല്ല, ഈ രണ്ട് ഭാഗങ്ങളിലേക്കും, യമനിലേക്കും ഷാമിലേക്കും യാത്ര ചെയ്താലേ അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. അതിനോട് മാനസികമായി തന്നെ കുട്ടിക്കാലം മുതൽ ഓരോ ഖുറൈശി പൗരനെയും അല്ലാഹു തആല മാനസികമായി സജ്ജമാക്കി എന്നതൊരു വലിയ അനുഗ്രഹമാണ്. എന്ന് മാത്രമല്ല, ഖുറൈശികൾക്ക് വേറെയും അനുഗ്രഹങ്ങളുണ്ട്. ഈ യാത്രയിൽ വഴിനീളെ അവർ ആദരിക്കപ്പെടുമായിരുന്നു. ഒന്നാമത്, നാടിൻ്റെ നാനാദിക്കുകളിൽ നിന്നുമുള്ള ആളുകൾ ഹജ്ജിന്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കാലം മുതൽ തന്നെ ഹജ്ജിന് വരുന്നത് കഅബയിലേക്കാണ്. കഅബയിൽ അവരെ സ്വീകരിക്കുന്ന ആതിഥേയർ ഖുറൈശികളാണ്. അതുകൊണ്ട് തന്നെ മക്കയിൽ നിന്ന് ദീർഘയാത്ര ഷാമിലേക്കും യമനിലേക്കും പോകുമ്പോൾ വഴിയിലൊക്കെ തന്നെ ആ നാട്ടിലെ ജനങ്ങൾ ഖുറൈശികളെ പ്രത്യേകമായി ആദരിച്ചിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ആദരവ് അവർക്ക് കിട്ടിയിരുന്നു, നാട്ടിലും മറുനാട്ടിലും യാത്രക്കിടയിലും. അതാണ് അള്ളാഹു പറയുന്നത്, ഈലാഫി ഖുറൈശിൻ, ഖുറൈശികൾക്ക് മാനസിക പൊരുത്തവും ഇണക്കവും ഉണ്ടാക്കി കൊടുത്തതിന് വേണ്ടി. ഈലാഫിഹിം രഹിലത്ത ശിതാഇ വസ്സൈഫ്, ശൈത്യകാലത്തും ഉഷ്ണകാലത്തുമുള്ള രഹിലകൾ, യാത്രകളോട് അവർക്ക് ഇണക്കം ഉണ്ടാക്കി കൊടുത്തതിന് വേണ്ടി. അത് ഇണക്കമുണ്ടാക്കി കൊടുത്തത് കൊണ്ടാണ് അവർക്ക് ഈ നിലക്കുള്ള സ്ഥാനവും ഈ നിലക്കുള്ള സൗകര്യവും ലഭിച്ചത് എന്നർത്ഥം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹം ഉപയോഗിച്ചുകൊണ്ട് അവരെന്തു വേണം? ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, ഈ വീടിൻ്റെ, അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൻ്റെ രക്ഷിതാവായ റബ്ബിനെ അവർ ആരാധിക്കണം. ആരാധന റബ്ബിനുള്ളതാണ്. ആരാണോ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്നത്, ആരുടെ ഉടമസ്ഥതയിലാണോ ഈ ലോകം മുഴുവനുള്ളത്, അവനെയാണ് ആരാധിക്കേണ്ടത്. അതുകൊണ്ട് ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, ഇത്രയധികം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഖുറൈശികൾ ഈ കഅബയുടെ രക്ഷിതാവിനെ, റബ്ബിനെ ആരാധിച്ചു കൊള്ളട്ടെ. അല്ലദീ അത്അമഹും മിൻ ജൂ, വിശപ്പിൽ നിന്ന് അവർക്ക് ആഹാരം നൽകി അള്ളാഹു അനുഗ്രഹിച്ചു. മക്ക രാജ്യം വരണ്ട പ്രദേശമാണ്, വിശക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഈ കച്ചവടവുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നില്ലെങ്കിൽ അവർ പട്ടിണി കിടക്കുമായിരുന്നു. അതുകൊണ്ട് ആ ഒരു അനുഗ്രഹം യാത്രയുമായി ബന്ധപ്പെടുത്തി യാത്ര ചെയ്യാനും അവിടെ കച്ചവടം ചെയ്യാനും അവരുടെ പട്ടിണി തീർക്കാനുമുള്ള സൗകര്യം ഉണ്ടാക്കിക്കൊടുത്തു. അല്ലദീ അത്അമഹും മിൻ ജൂ, വിശപ്പിൽ നിന്ന് അവർക്ക് അല്ലാഹു തആല ഭക്ഷ്യവിഭവങ്ങൾ നൽകി. വ ആമനഹും മിൻ ഖൗഫ്, ഭയപ്പാടിൽ നിന്ന് അവർക്ക് നിർഭയത്വം നൽകി. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പണ്ട് പ്രാർത്ഥിച്ചതാണ്, റബ്ബി ജ്അൽ ഹാദൽ ബലദ ആമിന, എൻ്റെ രക്ഷിതാവേ ഈ നാടിനെ നിർഭയ നാടാക്കി മാറ്റണമേ. അതുകൊണ്ട് മക്ക നിർഭയമാണ്. എത്ര വലിയ ശത്രുക്കളാണെങ്കിലും മക്കയിൽ കടന്നാൽ അവർ ആയുധം മാറ്റിവെക്കും. വിനയാന്വിതരായിട്ടാണ് അവർ വരിക. മക്ക വിശുദ്ധ നാടാണ്. അവിടെ അക്രമങ്ങളില്ല, കലഹങ്ങളില്ല, ഒരു ചെടി പോലും മുറിച്ചു കളയാൻ പാടില്ല ഹറമിൻ്റെ ഉള്ളിൽ. അത്രമാത്രം നിർഭയത്വമുള്ള രാജ്യമാണ്. ആ നിർഭയത്വമുള്ള രാജ്യത്ത് താമസിക്കാൻ ഖുറൈശികൾക്ക് അല്ലാഹു അനുമതി നൽകി, സൗകര്യം നൽകി, ഭാഗ്യം നൽകി. വ ആമനഹും മിൻ ഖൗഫ്, ശത്രുക്കളിൽ നിന്നുള്ള ഭയം, മറ്റു തരത്തിലുള്ള എല്ലാ ഭയങ്ങളിൽ നിന്നും നിർഭയത്വം നൽകുകയും വിശുദ്ധ കഅബയുടെ ശ്രേഷ്ഠതയാൽ നിർഭയ പ്രദേശമായി അല്ലാഹു തആല തിരഞ്ഞെടുക്കുകയും ചെയ്ത ആ നാട്ടിൽ താമസിക്കാൻ ഭാഗ്യവും സൗകര്യവും നൽകിയ, അതുപോലെ യാത്ര ചെയ്ത് ഭക്ഷണം തേടിപ്പിടിച്ച് കച്ചവടം ചെയ്ത് സുഖമായി ജീവിക്കാനുള്ള സൗകര്യം നൽകിയ ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. ഇത്രമാത്രം അനുഗ്രഹം ചെയ്തില്ലേ, ആ അനുഗ്രഹം ചെയ്ത റബ്ബിനെ ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത് എന്ന മനുഷ്യരോടുള്ള അനുഗ്രഹങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരെ ഏകദൈവ വിശ്വാസത്തിലേക്കും
അള്ളാഹുവിനെ പറ്റിയുള്ള ഭക്തിയിലേക്കും ക്ഷണിക്കുന്ന ഒരു സൂറത്താണിത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം എത്ര ചെറിയതാണെങ്കിൽ പോലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ ആ അനുഗ്രഹദാതാവായ റബ്ബിനെ ആരാധിക്കുകയും ആ റബ്ബിൻ്റെ അനുഗ്രഹത്തിന് നന്ദി പറയുകയും ചെയ്തുകൊണ്ട് ജീവിക്കണമെന്ന ഒരു പാഠം കൂടി ഖുറൈശികളോടുള്ള ഈ ആയത്തിൻ്റെ ഖുറൈശികളോടുള്ള സംബോധനയിൽ നമുക്ക് കൂടി പാഠം ഉൾക്കൊള്ളുന്നുണ്ട്. നാം അതനുസരിച്ച് ജീവിക്കുക, അള്ളാഹുവിന് നന്ദി ചെയ്യുക, അവൻ അനുഗ്രഹിക്കുമാറാവട്ടെ.